തോക്കെടുക്കാതെ നാക്കുകൊണ്ട് മാത്രം യുദ്ധം ചെയ്യുന്ന നേതാവ് ആരാണെന്നറിയാമോ? ലോകശക്തി എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനെയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. കാരണം ട്രംപിന്റെ യുദ്ധങ്ങളെല്ലാം നാക്കുകൊണ്ടാണ്. ലോക പോലീസ് ചമഞ്ഞ് ഈ ഭൂമുഖത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി സകല പ്രശ്നങ്ങളിലും തലയിട്ട് അവസാനം അമേരിക്കയ്ക്ക് വൻ ധനനഷ്ടവും സൈനികരുടെ ആൾനാശവും ഉണ്ടാക്കുന്നതിനോട് കടുത്ത വിയോജിപ്പുള്ളയാളാണ് ട്രംപ്. മുമ്പ് അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സേനയെ പിൻവലിച്ചത്. അതിന്റെ ഫലമോ ഹാമിദ് കർസായി സർക്കാരിനെ വലിച്ച് താഴെയിട്ട് താലിബാൻ അധികാരത്തിലേറി. ട്രംപ് വീണ്ടും അധികാരത്തിലേറിയതോടെ സമാനമായ ഒരു വിപത്തിലേക്കാണോ യുക്രൈനും പോകുന്നത് എന്ന് ആശങ്കയുണ്ട്. കാരണം ഇതുവരെ യുക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും കൂട്ടരും പിടിച്ചു നിന്നത് ബൈഡൻ ഭരണകൂടത്തിന്റെ നിർലോഭമായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. എന്നാൽ ട്രംപ് ഇതിന് നേർ വിപരീത സ്വഭാവമുള്ള ആളാണ്. പ്രചാരണ വേളയിലെല്ലാം യുദ്ധങ്ങളിൽ അമേരിക്ക പങ്കാളിയാവില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞതാണ് ട്രംപ്. ആ പണം അമേരിക്കൻ പൗരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ആ ചിന്താഗതിയോട് യോജിപ്പുള്ള വോട്ടർമാരാണ് ട്രംപിന് വിജയം സമ്മാനിച്ചവരിൽ ഒരു വലിയ ഭാഗം. അതുകൊണ്ട് തന്നെ യുക്രൈനിനുള്ള ആയുധവും പണവുമായുള്ള ഫണ്ടിംഗ് അമേരിക്ക നിർത്തുമെന്നാണ് കരുതപ്പെടുന്നത്. ട്രംപിന് അധികാരം കൈമാറും മുമ്പ് യുക്രൈന് കൂടുതൽ US ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി ബൈഡൻ നൽകിയിരുന്നു. പക്ഷേ തന്റെ സുഹൃത്തു കൂടിയായ ട്രംപ് വൈറ്റ് ഹൗസിലെത്തിയതോടെ വർദ്ധിത വീര്യത്തിലാണ് പുടിൻ എന്ന് പറയാതെ വയ്യ. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പുടിൻ യുക്രൈന് മേൽ മിസൈൽ ആക്രമണം നടത്തുകയാണ്. യുദ്ധം ആരംഭിച്ച് 2 വർഷം തികയാൻ വെറും 3 മാസമുള്ളപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം പുതിയ തലത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. വടക്കൻ കൊറിയ ശക്തമായ സൈനിക പിന്തുണ നൽകി പുടിന് ഒപ്പം തന്നെയുണ്ട്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ യുക്രൈന്റെ പതനം ആസന്നമാണെന്ന് BBC അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ട്രംപിന്റെ ഭരണത്തിന്റെ കീഴിൽ ഇനി അമേരിക്ക യുക്രൈനെയോ മറ്റൊരു രാഷ്ട്രങ്ങളെയോ ഒരു യുദ്ധത്തിനും സഹായിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് റഷ്യക്കെതിരെ ഒരു കരു നീക്കാൻ എന്തായാലും ട്രംപ് പുറപ്പെടില്ല എന്നത് വാസ്തവമാണ്. കാരണം ട്രംപും പുടിനും നല്ല ആത്മബന്ധത്തിലാണ്. ഇത് സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം. പുടിൻ പതിവില്ലാതെ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു അഭിനന്ദനം നൽകിയത് ട്രംപിനാണ്. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ട്രംപ് ഒന്ന് സൂക്ഷിക്കണം എന്നതാണ്. സ്വന്തം രാജ്യത്ത് തന്നെ ചാരന്മാർ ട്രംപിനെ വധിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, കരുതലോടെ മുന്നോട്ട് പോകണം എന്ന് ട്രംപിനോട് ഉപദേശിച്ചു കൊടുത്തത് സാക്ഷാൽ പുടിനാണ്. പറഞ്ഞു വരുമ്പോൾ അമേരിക്കയുടെ ശത്രു എന്നൊക്കെ പറയുന്ന റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ ട്രംപിനോട് ഇങ്ങനെ പറയണമെങ്കിൽ അവർക്കിടയിലുള്ള സൗഹൃദം എത്രത്തോളമായിരിക്കും? പുടിനെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ട്രംപും കാണുന്നത്. ട്രംപ് വരുന്നതോടെ റഷ്യയുമായുള്ള അടുപ്പം കൂടുതൽ ഭംഗിയാക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും എന്നത് തീർച്ചയാണ്. ബൈഡൻ പോലെയല്ല ട്രംപ്. ട്രംപ് പൊതുവെ യുദ്ധങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത, വാക്കുകൾ കൊണ്ട് മാത്രം യുദ്ധം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പറഞ്ഞത് നാക്കുകൊണ്ട് യുദ്ധം ചെയ്യുന്ന നേതാവിനെ അറിയാമോ എന്ന്. ആ നേതാവിൻ്റെ പേരാണ് ഡൊണാൾഡ് ട്രംപ്.